കുറച്ചു കഴിഞ്ഞ് ദേവ കുളപ്പടവിൽ പോയിരുന്നു. ആരെയും ആരോണിനെ വിളിച്ചപ്പോ അവരില്ലെന്ന് പറഞ്ഞു. അവള് കുളപ്പടവിൽ ചെന്നിരുന്ന് വെള്ളത്തിലേക്ക് കാലിട്ടു. അവൾക്കിതെല്ലാം പുതിയ അനുഭവങ്ങളായതുകൊണ്ട് അവളെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവള് കണ്ണുകൾ അടച്ച് പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അവളുടെ അടുത്ത് ആരോ വന്നിരുന്നതും അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചതും അറിഞ്ഞപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ തോളിലേക്ക് തലചായ്ച്ചു. അവളെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിയോടെ അവനും ഇരുന്നു. ഇടയ്ക്കിടെ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ദേവാ, അവന്റെ ശബ്ദം വളരെ ആർദ്രമായിരുന്നു. അവൾ ഒന്ന് മൂളി. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല കണ്ണേട്ടാ, ഇവിടെ വന്നിരിക്കുമ്പോ മൈൻഡൊക്കെ ഫ്രീ ആവുന്നു. അവള് പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഞാൻ എന്റെ പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ കൂട്ടു വന്നതല്ലേ. ആണോ? അവൾ അവനെ നോക്കി പുരികമുയർത്തി. അനുവിനെ കണ്ടപ്പോ നീ എന്നെ മറന്നോ ദേവാ? നിന്നെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ല. നിനക്കറിയോ ഞാൻ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന്? അവൻ പതിയെ അവളുടെ ഇടുപ്പിൽ പിച്ചി. ഓഹ്, വേദനിച്ചുട്ടോ. അവൾ അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൂർപ്പിച്ച് പിടിച്ച ചുണ്ടിൽ അവൻ ചെറുതായൊന്ന് പിച്ചി. ദേവു അവന്റെ കൈതട്ടി മാറ്റി കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. ഞാൻ മറന്നതൊന്നും അല്ല കണ്ണേട്ടാ, ആ അസൂയ ഉണ്ടല്ലോ, അവള് ശരിയല്ല. അസൂയയോ? ഓ, നിങ്ങളുടെ അനു. അവളെ ഞങ്ങൾ വിളിക്കുന്നത് അസൂയ എന്നാണ്, ദേവു ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അവളെന്താ ചെയ്തേ? അവള് മാത്രമല്ല, അവളുടെ അമ്മയും. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ അവളോട് അവളുടെ അമ്മ പറഞ്ഞു എന്റെ ഇച്ഛയെ വളച്ചെടുക്കാൻ. എന്നാ കല്യാണം കഴിഞ്ഞാൽ അവൾക്കും അമേരിക്കയിലേക്ക് പോകാമല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ അവൾ അപ്പൊ തന്നെ ഇച്ഛയെ വിട്ട് ഈ കടുവയുടെ പിറകെ കൂടി. നിങ്ങൾ എന്റെ മാത്രം കടുവയല്ലേ, എന്റെ കടുവേട്ടൻ. അവൾ എനിക്ക് ഇഷ്ടമല്ല. ഷീസ് വെരി ടച്ചി. ഐ ഹേറ്റ് ദാറ്റ്. ആർ യു ജെലസ്? അക്കു ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. യാ, ഐ ആം. ദേവു തുറന്നു പറഞ്ഞു. അവളുടെ സംസാരവും ഭാവവും ഒക്കെ കണ്ടപ്പോ അക്കു ചിരിച്ചു. പക്ഷെ അവള് കൊള്ളാം ദേവാ, നല്ല കുട്ടിയാണ്. അക്കു അവളെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞു. ദേവു അവനെ തള്ളി മാറ്റി. എന്നാ പൊക്കോ അവളുടെ അടുത്തേക്ക്, എന്നെ വിട്. അവനെ തള്ളി മാറ്റി അവളെ എണീറ്റ് തിരിച്ചു പടവ് കയറാൻ തുനിഞ്ഞതും അച്ചു ചിരിച്ചുകൊണ്ട് അവളെ വലിച്ചു മടിയിലേക്കിട്ടു. വിട്, നിങ്ങളെ പുന്നാര അനു ഉണ്ടാവും അവിടെ, അങ്ങോട്ട് പൊയ്ക്കോ. ദേവു അവന്റെ മടി കിടന്ന് തുള്ളി. അടങ്ങി കിടക്കടി വെള്ളപ്പിശാചി അവിടെ. അക്കു അവളിലുള്ള അവന്റെ പിടി മുറുക്കി. ദേവു ഒന്ന് അടങ്ങി. അവനെ കണ്ണും ചുണ്ടും ഒക്കെ കൂർപ്പിച്ചു നോക്കി. ദേവാ, അവൻ അവളുടെ കവളിൽ പതിയെ ചുംബിച്ചു. ആരൊക്കെ വന്നാലും പോയാലും എന്റെ പെണ്ണ് നീയല്ലേടി എന്റെ ദേവ. എനിക്കറിയാം അനുവിന് എന്നോട് താല്പര്യമുണ്ടെന്ന്, പക്ഷെ അവളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലേടി വെള്ളപ്പിശാചേ. അക്കു സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും നിന്നെയാണ്, എന്റെ ഈ വെള്ളപ്പിശാചിനെ. ഈ കടുവേട്ട നിന്റെ മാത്രമാണടി പെണ്ണെ, അതുപോലെ നീ എന്റെയും. അവൻ വീണ്ടും അവളുടെ കവളിൽ ചുംബിച്ചു. ദേവു ചിരിയോടെ അവന്റെ കഴുത്തിലൂടെ അവളുടെ കൈകൾ ചുറ്റി. പക്ഷെ എനിക്ക് കുഞ്ഞൻ പറഞ്ഞത് ഇഷ്ടായില്ല. നിന്നെ അവന് ലൈൻ അടിക്കണം പോലും, കൊടുക്കാൻ ഞാൻ അവന് നിന്നെ. അക്കു പറഞ്ഞത് കേട്ട് ദേവു ചിരിച്ചു. അയ്യേ എന്റെ കടുവേട്ടാ, 5 വയസ്സായ ആ കൊച്ചിനോട് നിങ്ങൾക്ക് അസൂയോ? കഷ്ടം തന്നെ. ആ, എന്നിട്ടവൻ ഉമ്മയും വെച്ചേക്കുന്നു. യു ബിലോങ്സ് ടു മീ, ഓൺലി മീ. യാ, ഐ നോ ദാറ്റ്. ദേവു ഇളിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. ദേവു അവന്റെ മടിയിൽ തന്നെയായിരുന്നു. അക്കുവിന്റെ കണ്ണുകൾ അവളുടെ മുഖം ആകമാനം ഓടി നടന്നു. അവസാനം അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. അവന്റെ മുഖം അവളിലേക്ക് അടുത്തു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ നിശ്വാസം അവളുടെ അതരങ്ങളെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവളുടെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അക്കു പതിയെ മിഴികൾ ഉയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകളിലെ ഭാവം കണ്ട ദേവുവിന്റെ ശരീരം ആകെ വിറച്ചു. ക്യാനായി? അവളുടെ അതരങ്ങളിലേക്ക് കണ്ണു നട്ട് അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പതിയെ അവൾ തലയാട്ടി. നിമിഷ നേരം കൊണ്ട് അവളുടെ അധരങ്ങളെ അവന്റെ അധരങ്ങൾ പൊതിഞ്ഞു. രണ്ടുപേരുടെ ആദ്യ ചുംബനം. കാമമില്ലാതെ നിറഞ്ഞ പ്രണയത്തോടെ രണ്ടുപേരുടെയും ചുണ്ടുകൾ ഒരേ താളത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. ചുംബനത്തിനിടയിലും രണ്ടുപേരും നനുത്ത പുഞ്ചിരി കൈമാറാൻ മറന്നില്ല. അവളുടെ കാലുകൾ അവന്റെ അരയിൽ ചുറ്റിപ്പിണഞ്ഞപ്പോൾ അവന്റെ 2 കൈകളും അവളുടെ ഇടുപ്പിലും പുറത്തുമായി അവളെ താങ്ങി. അവന്റെ പിൻകഴുത്തിൽ പിടിച്ചു ഓരോ തവണയും അവളിലേക്ക് അവനെ ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ ആദ്യ ചുംബനത്തിന് മാധുര്യമേറെയായിരുന്നു. പരസ്പരം മറന്നുകൊണ്ട് ഒരേ മെയ്യും മനസ്സുമായി രണ്ടുപേരും ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. അവളുടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ ഉമിനീരിനെ പോലും അവൻ പ്രണയത്തോടെ നുകർന്നെടുത്തു. സായാഹ്ന സന്ധ്യയിൽ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി രണ്ടുപേരും അവരുടെ ആദ്യ ചുംബനം കൈമാറി. എടി ആര്യ, നീ എന്ത് തേങ്ങ ആലോചിച്ചിരിക്കുക? കുറെ നേരമായി ആര്യയുടെ അനക്കമൊന്നും കാണാത്തതുകൊണ്ട് ആരോൺ ചോദിച്ചു. എവിടെ? ആര്യ ഏതോ ലോകത്താണ്. എടി,
ആരോൺ അവളെ പിടിച്ചു കുലുക്കി. ആ ആ എന്താ എന്താ പറ്റി? ആര്യ അവളുടെ സ്വപ്നലോകത്ത് നിന്ന് എണീറ്റ് ആരോണിനെ നോക്കി. ഇങ്ങനെ കിളി പോയി ഇരിക്കാൻ മാത്രം എന്താ നീ ആലോചിച്ചു കൂട്ടുന്നത്? ആരോൺ അവളെ നോക്കി. അതൊന്നുമില്ല. അല്ല, ദേവു എവിടെ? അവള് കുളപ്പടവിലേക്ക് പോയല്ലോ, നമ്മളോട് പറഞ്ഞിട്ടല്ലേ പോയത്. ആരോൺ പറഞ്ഞതും ആര്യ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. വന്നേ നീ. ആരോണ്യം വലിച്ച് അവള് ദേവുവിന്റെ അടുത്തേക്ക് ഓടി. പയ്യെ പോ, എന്താ നിനക്ക്? ആരോൺ പറയുന്നൊന്നും ആര്യ കേൾക്കുന്നില്ല. അവള് കുളപ്പടവിൽ എത്തിയിട്ടാണ് നിന്നത്. കിതപ്പ് മാറ്റി നോക്കിയപ്പോ ദേവ് കുളത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്നുണ്ട്. ആര്യ ചുറ്റും കണ്ണോടിച്ചു. ശേ, സ്വപ്നമായിരുന്നു. എന്ത് സ്വപ്നം? ആരോൺ അവള് പറയുന്നത് കേട്ട് ചോദിച്ചു. നീ ദേവുവിനോട് പറയരുത്. ഇല്ല, എന്റെ ഏട്ടനും അവളും ഇവിടെ ഈ പടവിലിരുന്ന് ഫ്രഞ്ച് അടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിടി. കണ്ണൊക്കെ പൊത്തി എക്സ്പ്രഷൻ വാരി വിതറി ആര്യ പറഞ്ഞു കേട്ടപ്പോ ആരോൺ വായും പൊളിച്ച് അവളെ നോക്കി. സത്യമായിട്ടും? ആടി പെണ്ണേ, ശോ, നല്ലൊരു സ്വപ്നമായിരുന്നു. ഓ, അതൊക്കെ ഒന്ന് നടന്നു കാണാൻ എത്ര കാത്തിരിക്കണം. ആരോൺ താടിക്കും കൈ കൊടുത്ത് പറഞ്ഞു. ആന്നേ, എന്റെ ഏട്ടത്തിയായിട്ട് എനിക്ക് ഈ പിശാചിനെ മതി. അപ്പോ മിഷൻ കടുവേട്ടനും വെള്ളപ്പിശാച്ചും രണ്ടുപേരും ഹൈഫൈ അടിച്ച് അപ്രൂവ് ചെയ്തു. പിന്നെ രണ്ടും ദേവുവിന്റെ അപ്പുറവും ഇപ്പുറവുമായി ചെന്നിരുന്നു. ആഹാ, നിങ്ങളല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞ്, എന്നിട്ട് എന്തേ പോന്നു? ദേവു അവരോട് ചോദിച്ചു. നീ ഇല്ലാതെ ഒരു സുഖമില്ലടി മുത്തേ. അച്ഛോ, എന്താ സ്നേഹം. ദേവു അവര് രണ്ടിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും മിണ്ടാതിരുന്നു. നമുക്ക് വല്ല കൊറിയൻ സീരീസ് ഇരുന്ന് കാണാം. ദേവു കുറച്ചു കഴിഞ്ഞ് അവരോട് ചോദിച്ചു. അത് നല്ലൊരു ഐഡിയാണ്, പക്ഷെ ഏത് കാണാം? ആരോൺ സംശയത്തോടെ ചോദിച്ചു. ലവ് ടു My girlfriend is an alien, goblin, skate into love, you are my destiny, girlfriend, put your head on my shoulder, go skirt, what wrong with the secretary Kim? ദേവ് വിളിച്ചു പറയുന്നത് കേട്ട് ആരോണും ആര്യ അന്തം വിട്ട് അവളെ നോക്കി. യൂട്യൂബിൽ പോലും ഇത്രയ്ക്കുണ്ടാവില്ലല്ലോ ദേവു. ആര്യ അവളോട് പറഞ്ഞു. ഏത് വേണമെന്ന് പറയും. ദേവു ഇളിച്ചുകൊണ്ട് അവരെ നോക്കി. ആദ്യം വീട്ടിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ഓക്കെ? ആരോൺ പറഞ്ഞപ്പോ രണ്ടും തലയാട്ടി. പിന്നെ എണീറ്റ് വീട്ടിലേക്ക് പോയി ഡ്രാമ കാണാൻ തുടങ്ങി. ജോലിക്ക് പോയവരും പുറത്ത് കറങ്ങാൻ പോയ അസൂയൊക്കെ അവസാനം കൂടണഞ്ഞു. ദേവു ജയ്യുടെ അടുത്തേക്ക് പോവാൻ സ്റ്റെയർ ഇറങ്ങുമ്പോഴാണ് അക്കു മുകളിലേക്ക് കയറി വരുന്നത്. ദേവു ഫോണിലേക്ക് നോക്കിയാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നതെങ്കിൽ അക്കു അവന്റെ കയ്യിലുള്ള ഫയൽ നോക്കിയാണ് മുകളിലേക്ക് കയറുന്നത്. പരിസരബോധം ഇല്ലാതെ കയറിയത് കൊണ്ട് രണ്ടും കൂട്ടിയിടിച്ചു. ഓഹ്, ഇരുമ്പിലാണോ എന്റെ നെറ്റി ഇടിച്ചത്? ദേവു നെറ്റി ഒഴിഞ്ഞു നോക്കിയപ്പോ കയ്യിലുള്ള ഫയലും താഴെ വീണ് അവളെ തുറിച്ചു നോക്കുന്ന കടുവയാണ് കണ്ടത്. എവിടെ നോക്കിയടി കൂതറങ്ങി നടക്കുന്നത്? രണ്ട് മത്തങ്ങ കണ്ണുണ്ടല്ലോ മുഖത്ത്, നോക്കി ഇറങ്ങിക്കൂടെ നിനക്ക്? അക്കു അവളോട് ചൂടായി. ഇങ്ങനെ ചൂടാവാതെ കടുവേട്ടാ. പിന്നെ ഉണ്ടല്ലോ, പറയുന്നുണ്ടെന്നും തോന്നരുത്. നിങ്ങളുടെ ഈ ബോഡി ഉണ്ടല്ലോ, കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ ഇരുമ്പാണെന്ന് തോന്നും. നല്ല വേദനയുണ്ട് എന്റെ നെറ്റി. ചിമ്മി പോകുന്നത് ഒന്ന് കുറയ്ക്കുന്നതാവും നല്ലത്. ഇളിച്ചുകൊണ്ട് ദേവു പറഞ്ഞപ്പോ അക്കു അവളെ ഒന്നുകൂടെ നോക്കി. എന്നെ വന്ന് ഇടിച്ചതും പോരാ, എന്നിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നോടി വെള്ളപ്പിശാചേ. അയ്യോ കടുവേട്ടാ, കടുവേട്ടൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഫ്ലർട്ട് ചെയ്തതല്ല, ഒരു കോംപ്ലിമെന്റ് പറഞ്ഞതല്ലേ. അവള് വീണ്ടും വിളിച്ചു. നിന്നോട് ഞാൻ ഒന്നല്ല പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കടുവേട്ടെന്ന് വിളിക്കരുതെന്ന്. ഞാനും നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ശീലമായി പോയിന്ന്. നാശം പിടിക്കാൻ. നാളെ മീറ്റിങ്ങിനുള്ള ഇമ്പോർട്ടന്റ് ഫയലാണ് നിന്റെ ഇടി കൊണ്ട് താഴെ വീണ് കിടക്കുന്നത്. ഇതിന് മാത്രം നിന്റെ ബോധം നിന്റെ ഫോണിൽ എന്താടി അണ്ണാൻ പെറ്റ് കിടക്കുന്നുണ്ടോ? അണ്ണാൻ പെറ്റ് കിടക്കുമല്ല, ഒരു കടുവ കിടന്ന് അമർന്നുണ്ട്. നിന്ന് തർക്കുത്തരം പറയാൻ മര്യാദയ്ക്ക് എന്റെ ഫയൽ എടുത്തു തന്നു. താഴെ കിടക്കുന്ന ഫയലിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു. ഇടുപ്പിൽ നന്നായി വളയില്ലേ, മറ്റു അസുഖങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെത്താനെ അങ്ങ് കുനിഞ്ഞെടുത്താൽ മതി. അവനെ നോക്കി ചുണ്ടുകൊട്ടി അവൾ പറഞ്ഞു. നിന്നെ ഞാൻ. അക്കുവേട്ടാ. അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അസൂയ അവനെയും വിളിച്ച് അങ്ങോട്ട് വന്നു. എന്താനും? അക്കുവേട്ട എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയുമോ? അവന്റെ കൈ ചുറ്റിപ്പിടിച്ച് വശ്യമായ ചിരിയോടെ അവൾ പറഞ്ഞത് കേട്ടപ്പോ ദേവു അവളെ ഇതെന്ത് സാധനം എന്ന പോലെ നോക്കി. എന്തേ, എന്നെ കണ്ടില്ലെങ്കിൽ നിനക്ക് കഞ്ഞി ഇറങ്ങില്ലേ? അവളുടെ കയ്യിൽ നിന്നും അവന്റെ കൈ വലിച്ചെടുത്ത് കുറച്ച് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. അസൂയ ആകെ ചൂളിപ്പോയി. ദേവുവാണ് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു നിന്നു. അങ്ങനെയല്ല അക്കുവേട്ടാ. അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അക്കു അവന്റെ കൈ ഉയർത്തി അവളെ തടഞ്ഞു. എങ്ങനെയായാലും മനുഷ്യനെ കുറിച്ച് സ്വസ്ഥത തരാമോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒട്ടാനോ കൊഞ്ചാനോ കുഴയാനോ വരരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ലെന്ന്. പിന്നെ നാണമില്ലാതെ വരുന്നത് എന്തിനാ? നാശം. അക്കു അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് താഴെ വീണ ഫയലും എടുത്ത് ദേവുവിനെ ഒന്ന് നോക്കി. ദേവു അവനെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് ചിരിച്ചു. നിന്നെ ഞാൻ എടുത്തോളാടി വെള്ളപ്പിശാചേ. ഓ, ആയിക്കോട്ടെ കടുവേട്ടാ. അവളെ ഒന്ന് നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് നോക്കി തിരിഞ്ഞ് അവള് കണ്ടത് അവളെ തുറച്ചു നോക്കുന്ന അസൂയയാണ്. എന്താ? ദേവു അവളെ നോക്കി പുരികം പൊക്കി. നീ കാണോണ് അക്കുവേട്ട എന്നോട് ദേഷ്യപ്പെട്ടത്? അതിന് അങ്ങോട്ട് മാറി നിക്കടി പുട്ടിപ്പൊടിയെ. അവളെ തള്ളി മാറ്റി ദേവു താഴേക്ക് ഇറങ്ങി.
അസൂയ നിന്ന നിൽപ്പിൽ ദേഷ്യത്തോടെ സ്റ്റെപ്പിനിട്ട് 2 ചവിട്ടും കൊടുത്ത് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്തായി അക്കു? അവള് ചെന്നതും സുനിത അവളോട് ചോദിച്ചു. എന്താ അവൻ? എന്നോട് ചൂടായി. ആ ദേവു ഉണ്ടായിരുന്നു അവിടെ, ആകെ നാറി. ശേ, സാരമില്ല, ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടാലും പിന്നീട് അവൻ സ്നേഹിച്ചു തുടങ്ങിക്കോളും. പ്രതീക്ഷ കളയരുത്. അവനെ കിട്ടിയ പിന്നെ ഇതെല്ലാം നമ്മുടേതാണ്. ദേവു നേരെ ചെന്നത് ആര്യയുടെയും ആരോണിന്റെ അടുത്തേക്കാണ്. ദേവു അവരോട് നടന്നതെല്ലാം പറഞ്ഞു. അത് നന്നായി. ശേ, നമ്മൾ മിസ്സാക്കിയല്ലോ ആരോണത്, ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല, അവളിപ്പോ വന്ന് ദേവന്റെ മെക്കിട്ട് കയറി. അതിനൊരു പണി കൊടുക്കണ്ടേ? ആ വേണം, ദേവു സന്തോഷത്തോടെ പറഞ്ഞു. എന്ത് കൊടുക്കും? ആര്യ ആലോചിച്ചു. പണിയൊക്കെ ഉണ്ട്. ദേവു ഒരു അവലക്ഷണം പിടിച്ച ചിരിയോടെ പറഞ്ഞു. എന്ത്? ആര്യയും ആരോണും ഒരുപോലെ ചോദിച്ചു. അവൾ ഇന്ന് പുറത്തു പോയി വന്നപ്പോ പുതിയ ഹെയർ ഡ്രയർ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്, അതിൽ പണിയാം. ദേവു പറഞ്ഞത് കേട്ടപ്പോ ആര്യയും ആരോണും ചിരിയോടെ തലയാട്ടി. അപ്പൊ എന്തൊക്കെ എടുക്കണം? ആര്യ, നീ ഒരു ലേശ അരിപ്പൊടി എടുക്ക്, എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്യ്. ദേവു ആര്യയോട് പറഞ്ഞു. ഇത് മതിയോ ദേവു? വേറെ ഒന്നുകൂടെ വേണ്ടേ? ആരോൺ അവളോട് ചോദിച്ചു. വേണം അല്ലേ? എന്നാ പിന്നെ ആര്യ അത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ലേശം പച്ചമുളക് അരച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്തു പറയുന്നു? എന്റെ ദേവു, നിന്നെ സമ്മതിച്ചു. താങ്ക്സ്. അപ്പൊ ചലോ കിച്ചൺ. ആര്യ മുന്നിൽ നടന്നു. ഓ എന്റെ ബുദ്ധൂസേ, കിച്ചണിലും പരിസരത്തും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, അല്ലെ പണി പാലും വെള്ളത്തിൽ കിട്ടും. സോറി ബ്രോ, എന്നാ വാ പോയി നോക്കാം. 3 ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് വീട്ടിലേക്ക് കയറി. കിച്ചണിലേക്ക് പോയപ്പോ അവിടെ ഭാനു ഉണ്ടായിരുന്നു. 3 പേരും ഭാനു കാണാതെ മറഞ്ഞു നിന്നു. പണിയൊക്കെ ഒതുക്കി ഭാനു അടുക്കളയിൽ നിന്ന് പോയതും ത്രിമൂർത്തികൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അടുക്കളയിലേക്ക് കയറി. ആര്യ അവളെ ഏൽപ്പിച്ച പണി ഭംഗിയായി ചെയ്യുന്ന സമയം കൊണ്ട് ആരോണും ദേവും അവരുടെ പണിയും തീർത്ത് എല്ലാം ഒരു പാത്രത്തിലിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കള്ളന്മാരെ പോലെ ആരും കാണാതെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പതിയെ അസൂയയുടെ റൂമിലേക്ക് കയറി. അവള് കുളിക്കുവാണെന്ന് തോന്നുന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആര്യ പറഞ്ഞു. എന്നാ പിന്നെ ഒരു തവണ കൂടെ കുളിക്കാം. പറയുന്നതിനൊപ്പം ദേവ് കൊണ്ടുവന്ന സാധനം ഡ്രയറിലേക്ക് നിറച്ചു. വാഷ്റൂം ഡോർ ഓപ്പൺ ആകുന്ന ശബ്ദം കേട്ടതും 3 വേഗം പുറത്തേക്ക് ഓടി. പാട്ടൊക്കെ പാടി ടവലൊക്കെ മുടിയിൽ ചുറ്റി അസൂയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു. പിന്നെ പുതിയ ഡ്രയർ എടുത്ത് അതിനൊരു ഉമ്മയും കൊടുത്ത് കെട്ടിവച്ചിരുന്ന ടവൽ തലയിൽ നിന്നും എടുത്ത് ബെഡിലേക്ക് ഇട്ടു. പാട്ടൊക്കെ പാടി ഡ്രയർ ഓണാക്കിയത് അവൾക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെയോ മുഖത്തും മുടിയിലും വായിലും വന്ന് വീഴുന്നത് പോലെ അവൾക്ക് തോന്നിയായിരുന്നു. കുറച്ച് സമയമെടുത്തു എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവും. അപ്പോഴേക്കും മുഖമൊക്കെ നീറി തുടങ്ങിയിരുന്നു. ആ അമ്മാ! പാവം കുട്ടി റൂമിൽ കിടന്ന് തുള്ളി. ആ സമയത്താണ് സുനിത മുറിയിലേക്ക് വന്നത്. മുടിയൊക്കെ പറത്തി മുഖമൊക്കെ പല കളറിലായി നിൽക്കുന്ന രൂപത്തെ കണ്ട് സുനിത പോലും നിലവിളിച്ചു. അയ്യോ! അമ്മയുടെ നിലവിളി കേട്ടപ്പോ അസൂയ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. അമ്മ! അവള് വിളിച്ചു. അയ്യോ മോളെ, നീയാണോ ഇത്? എന്താ ഇതൊക്കെ? എനിക്കറിയില്ല അമ്മ, ഞാൻ കുളി കഴിഞ്ഞിറങ്ങി മുടി ഉണക്കാൻ ഡ്രയർ ഓണാക്കിയപ്പോ ആയതാണ് ഇങ്ങനെ. എനിക്ക് മുഖമൊക്കെ നീറുന്നമ്മ. അസൂയ വീണ്ടും തുള്ളി. ഈശ്വര, നിന്റെ മുഖത്ത് അടുക്കളയിലുള്ള എല്ലാ പൊടിയും ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ നീറാതിരിക്കും? സംസാരിച്ച് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യമ്മ. ഞാൻ എന്ത് ചെയ്യാൻ? ഒന്നുകൂടെ തേച്ചരിച്ച് കുളിക്ക്, അല്ലാതെ ഇതൊന്നും പോകില്ല. സുനിത അവളെ ബാത്റൂമിലേക്ക് കയറ്റി. അസൂയ വീണ്ടും കുളിക്കാൻ തുടങ്ങി. സുനിത അവിടെയായ പൊടിയൊക്കെ വൃത്തിയാക്കി അവൾക്കുള്ള ഡ്രസ്സും എടുത്തു വെച്ച് വാതിലും അടച്ച് മുറിയിൽ നിന്നും ഇറങ്ങി. ലൈവായി സീൻ പിടിച്ചിരുന്ന ത്രിമൂർത്തികൾ ചിരിച്ചുകൊണ്ട് ഹൈഫൈ അടിച്ച് തിരിഞ്ഞത് മുന്നിലതാ 2 മൈന, അക്കുവും ചെയ്യും. സുഭാഷ്, നമ്മള് തീർന്നടി. അവരുടെ മുന്നിൽ കായ്കെട്ടി നിൽക്കുന്ന അക്കുവിനെയും ജയിനെയും കണ്ട് ആരോൺ പതിയെ പറഞ്ഞു. വല്ലാത്തൊരു പെടലായല്ലോ ഈശ്വര, ആര്യ പതിയെ പറഞ്ഞു. നിനക്കൊന്നും പറയല്ലേ ദേവു? ദേവു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് ആരോൺ പതിയെ അവളെ തട്ടി. ഇതെന്റെ ഐഡിയ ആയിപ്പോയി, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ദേവു ദയനീയമായി ആര്യ ആരോണിനെ നോക്കി. നിങ്ങൾ തമ്മിലുള്ള കുശുകുശുപ്പ് കഴിഞ്ഞെങ്കിൽ ഇനി ഇവിടെ നോക്കും 3 പേരും. ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അക്കു അവരോട് പറഞ്ഞു. 3 പേരും ചെറുതായി ഒന്ന് ഇളിച്ചുകൊണ്ട് അവരെ നോക്കി. എന്തായിരുന്നു ഇവിടെ? ഒളിഞ്ഞു നോക്കാൻ മാത്രം ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അക്കു അവരോട് ചോദിച്ചു. അയ്യേ, ഞങ്ങൾ അത്രക്കാരല്ല അക്കുവേട്ടാ, ആരോൺ പെട്ടെന്ന് പറഞ്ഞു. വാവേ! ജയ് ദേവുവിനെ വിളിച്ചു. ദേവു പതിയെ തല ചെരിച്ച് അവനെ നോക്കി. ഇച്ചാ, അപ്പൊ ഒന്നും വിടാതെ പറയുവല്ലേ? ജയ് അവളെ നോക്കി പുരികം പൊക്കിയപ്പോ അവള് പതിയെ തലയാട്ടി. കൊലയ്ക്ക് കൊടുക്കാതടി ദുഷ്ടേ, എന്റെ കല്യാണം പോലും കഴിഞ്ഞില്ല, എന്റെ ഫസ്റ്റ് നൈറ്റ്. ദേവു വേണ്ടടി. ആര്യ അവളുടെ പുറകിൽ നിന്നും അവളുടെ സങ്കടങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കടി ശവമേ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവളുടെ കോപ്പിലെ ഫസ്റ്റ് നൈറ്റ്. ആരോൺ അവളുടെ പുറത്തിനിട്ട് കൊട്ടി. പാവേ! ജയ് വീണ്ടും അവളെ വിളിച്ചു. ഇച്ച വി ജസ്റ്റ്. അവൻ വീണ്ടും അവളെ നോക്കി പുരികം പൊക്കി.
നിങ്ങൾ എന്താ കരുതി ഞങ്ങളിതൊന്നും കാണുന്നില്ലെന്നോ? നിങ്ങൾ അവൾക്കെതിരെ നടത്തുന്ന എല്ലാത്തും ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ എവിടെ വരെ പോകുമെന്നറിയാൻ വേണ്ടി മിണ്ടാതിരുന്നതാണ്. ജയ് അവരോട് പറഞ്ഞപ്പോ 3 പേരും തലചൊറിഞ്ഞു. എന്താ നിങ്ങൾക്ക് അവളോട് ഇത്ര ദേഷ്യം? നിങ്ങളുടെ കൂടെ അവളെ കൂട്ടാത്തത് എന്താ? നിങ്ങളിൽ ഒരാളായിട്ട് അവളെ കാണാൻ കഴിയാത്തത് എന്താ നിങ്ങൾക്ക്? അക്കു അവരോട് ചോദിച്ചു. വി ഡിഡന്റ് ലൈക്ക് ഹർ, ദേവു പറഞ്ഞു. റീസൺ? ജയ് അവളെ നോക്കി. ഷീ ഈസ് നോട്ട് ഗുഡ്. അങ്ങനെ തോന്നാൻ കാരണം എന്താ? അക്കു ചോദിച്ചു. അവളും അവളുടെ അമ്മയും കൂടെ ഈ വീടും ഇവിടത്തെ സ്വത്തും ഒക്കെ അടിച്ചെടുക്കാനുള്ള പ്ലാനിലാണ്. ആര്യ പറഞ്ഞു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവര് പറയുന്നത് ഞങ്ങൾ കേട്ടു. ആദ്യം ജയ് ചേട്ടാരുടെ പുറകെയായിരുന്നു. നിങ്ങൾ അമേരിക്കയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ ഹർ മദർ കൺവിൻസ് ഹർ ടു ഫ്ലർട്ട് വിത്ത് യു ആൻഡ് ഷീ ഡിഡ് ഇറ്റ്. അങ്ങനെ അവള് ചെയ്തപ്പോ ദേവുന് അത് ഇഷ്ടായില്ല. സോ വി സ്റ്റാർട്ട് ബുള്ളി ഹർ, ആരോൺ പറഞ്ഞു. അക്കുവും ജയും അന്തം വിട്ടവരെ നോക്കി. പിന്നെ അന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഇനി തിരിച്ചു പോകുന്നില്ലെന്നും ഇവിടെ സെറ്റിൽ ആവുകയാണെന്നും. അത് കേട്ടപ്പോ അവരമ്മയും മോള് ജയിച്ചേട്ടനെ വിട്ട് എന്റെ ഏട്ടന്റെ പുറകെയായി. എങ്ങനെയെങ്കിലും ഏട്ടനുമായുള്ള കല്യാണം നടത്തി ഇവിടുത്തെ വസ്തു അവരമ്മയും മോളുടെയും പേരിലാക്കാനുള്ള പ്ലാനിലായി. പിന്നീട് എനിക്കത് ഇഷ്ടായില്ല. എനിക്ക് അവളെ എന്റെ ഏട്ടത്തെയായി വേണ്ട. അതുകൊണ്ടാണ് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. സോറി, ആര്യ പറഞ്ഞു തലതാഴ്ത്തി. അവരുടെ വിശദീകരണമൊക്കെ കേട്ടപ്പോ അക്കവും ചെയ്യും തലയ്ക്ക് കൈകൊടുത്തു പോയി.